സൈലം ടെക്നിക്കലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു അവസരവുമായിട്ടാണ് കേരള വാട്ടർ അതോറിറ്റി എത്തിയിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ ഉടനടി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ എക്സാമിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്ന ഏകദേശം ലിസ്റ്റ് ഇപ്പോൾ പ്രാബല്യത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് തീരാതെ തന്നെയാണ് അടുത്ത നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ ഏകദേശം 296 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ മാത്രമുള്ള കൗണ്ടാണ് ഈ പറയുന്നത്. ആൻഡ് നമുക്ക് എത്ര അഡ്വൈസ് പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 125 അഡ്വൈസസ് ആണ് ഈ ഒരു ദിവസത്തോളം പോയിട്ടുള്ളത്. അതായത് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് 1/4/2026 ആണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ അടക്കം ടോട്ടൽ 125 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. എന്നാൽ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത്, അതായത് കഴിഞ്ഞ എക്സാം വരുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന നോട്ടിഫിക്കേഷനിൽ ആകെ വളരെ കുറച്ച് ഒഴിവുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള ഒഴിവ് നോക്കി പഠിക്കരുതെന്ന് പറയാനാണ് ഞാൻ ഈ ഒരു കൗണ്ട് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 കേരള വാട്ടർ അതോറിറ്റി റിലീസ് ചെയ്ത സമയത്ത് കാറ്റഗറി നമ്പർ 481/2020 ആയിരുന്നു കാറ്റഗറി നമ്പർ. ആൻഡ് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏകദേശം 10 ഒഴിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയേ, 10 ഒഴിവിൽ നിന്നാണ് അഡ്വൈസ് 125 അഡ്വൈസിലേക്ക് എത്തി നിൽക്കുന്നത്. ആൻഡ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ള ഡേറ്റ് പിന്നെയും പറയുകയാണ്, ഈ വർഷം 4ാം മാസം, അതായത് ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, വേക്കൻസീസ് കൂടി വരുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ എക്സാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് സ്കെയിൽ ഓഫ് പേ തന്നിട്ടുണ്ടായിരുന്നത് 27,100 രൂപ മുതൽ 63,200 രൂപ വരെയാണ് നമ്മുടെ ബേസിക് പേ കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇതേപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ ഇപ്രാവശ്യവും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെടുത്തിയിട്ട് ഇനി നമുക്ക് അറിയേണ്ടത്, ഞാൻ പറഞ്ഞു, സിവിൽ ഉദ്യോഗാർത്ഥികൾക്കും എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2 വിഭാഗക്കാർക്കുമുള്ള ക്വസ്റ്റ്യൻ വെയിറ്റേജ് കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് കഴിഞ്ഞ വർഷം സിലബസ് വരുന്നതിന് മുന്നേ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം സിലബസിൽ മൊത്തത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കാണ് വെയിറ്റേജ് എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ സിലബസ് മാറ്റിയതായിരുന്നു. അപ്പോൾ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വിഭാഗക്കാർക്കും, അതായത് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ തന്നെ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്കും ഒരേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റായിരുന്നു. അപ്പോൾ സിലബസിലും ആ ഒരു വെയിറ്റേജ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ നോക്കിയേ, മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് 50 മാർക്ക് വെയിറ്റേജ് ആണ്. അതിലേതൊക്കെ സബ്ജക്റ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിത്ത് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്, അതായത് ഗ്രാഫിക്സും നമ്മുടെ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ, ആ ഒരു സബ്ജക്റ്റും കൂടെ ക്ലബ് ചെയ്താണ് വന്നിട്ടുള്ളത്. ദെൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, ഹൈഡ്രോളിക് മെഷീൻസ് ഉണ്ട്, തേർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് ഉണ്ട്. ഇത്രയും ടോപ്പിക്കുകളാണ് മെക്കാനിക്കൽ സിലബസിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഗ്രാഫിക്സ് ആൻഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് 6 മാർക്ക്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് 9 മാർക്ക്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 10 മാർക്ക്, ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് 9 മാർക്ക്, ഹൈഡ്രോളിക് മെഷീൻ 9 മാർക്ക്, ദെൻ തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് 7 മാർക്ക്. ഈ ഒരു രീതിയിലാണ് സിലബസ് തന്നിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സോ സിവിലിൽ നിന്നും പാർട്ട് 2 ആയിട്ട് 50 മാർക്ക് സിവിൽ വെയിറ്റേജ് വരുന്നുണ്ട്. സോ സിവിൽ എഞ്ചിനീയറിംഗിൽ സർവേയിങ് ആണ് ആദ്യത്തെ സബ്ജക്റ്റ്. സർവേയിങ്, ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കോൺക്രീറ്റ് ടെക്നോളജി, സ്ട്രക്ചറൽ ഡിസൈൻ. സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ RCC ആൻഡ് സ്റ്റീലിൻ്റെ ടോപ്പിക്കുകളാണ് ഡിസൈൻ സബ്ജക്റ്റിൽ വരുന്നത്. ദെൻ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, നമ്മുടെ എസ്റ്റിമേഷൻ ആണ്. ദെൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. ഇത്രയും ടോപ്പിക്കുകളാണ് സിവിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. സോ സർവേയിങ്ങിൽ നിന്ന് 8 മാർക്ക് വെയിറ്റേജ്, ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ് 5 മാർക്ക്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് 10 മാർക്ക്, ദെൻ കോൺക്രീറ്റ് ടെക്നോളജി 7 മാർക്ക്, ദെൻ സ്ട്രക്ചറൽ ഡിസൈൻ 6 മാർക്ക്, ക്വാണ്ടിറ്റി സർവേയിങ് 8 മാർക്ക്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് 6 മാർക്ക്. അതായത് 50 മാർക്ക് വെയിറ്റേജ് ആണ് സിവിൽ ഉദ്യോഗാർത്ഥിക്കും, അതേപോലെ 50 മാർക്ക് വെയിറ്റേജ് ആണ് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥിക്കും ഈ ഒരു എക്സാമിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 2 സബ്ജക്റ്റിൽ നിന്നും ഈക്വൽ വെയിറ്റേജ് ആണ് വന്നിട്ടുള്ളത്.
അത് മാത്രമല്ല നന്നായിട്ട് ഇപ്പോൾ തന്നെ പഠനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 ഉദ്യോഗാർത്ഥികൾക്കും, അതായത് ഒരു സിവിൽ ഉദ്യോഗാർത്ഥിക്ക് മെക്കാനിക്കൽ ടോപ്പിക്സ് പഠിച്ചു തീർക്കാനുള്ള സമയവും കിട്ടും, അതേപോലെ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥിക്ക് സിവിൽ ടോപ്പിക്സ് പഠിച്ചു തീർക്കാനുള്ള സമയവും കിട്ടും. അപ്പോൾ ആരും പഠനം സ്റ്റാർട്ട് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരും, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, അല്ലെങ്കിൽ മെല്ലനെ പഠിച്ചു തുടങ്ങാം, ഒരുപാട് സമയമുണ്ടെന്നൊന്നും വിചാരിച്ച് കാത്തു നിൽക്കരുത്. കാരണം PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മൾ നോക്കുമ്പം ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ ഇപ്പോൾ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എക്സാമുകളൊക്കെ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസം, കൂടിപ്പോയാൽ 6 മുതൽ 8 മാസം വരെ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ PSC ട്രെൻഡ് അനുസരിച്ച് സമയം കിട്ടത്തുള്ളൂ. ആൻഡ് ഒരു കാര്യം കൂടെ നോട്ടീസ് ചെയ്യണം, ഇപ്പം PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ഒരു മാറിയ പാറ്റേൺ പ്രകാരം ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് കൺസെപ്റ്റ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ടോപ്പിക്കുകളൊക്കെ നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എല്ലാ കൺസെപ്റ്റും നല്ലോണം അറിഞ്ഞിരുന്നാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിച്ച് ഇപ്പം തന്നെ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എക്സാം ആവുമ്പോഴേക്കും എല്ലാ ടോപ്പിക്സും വൃത്തിയായിട്ട് പഠിച്ചു തീർക്കാനും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാനൊക്കെ സമയം കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ KWA ഗ്രേഡ് 1 എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നമ്മളെ KWA ഫസ്റ്റ് ഗ്രേഡിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 9995100800 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ വിളിച്ച് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആൻഡ് അത് മാത്രമല്ല, ഇപ്പോൾ ചില ആൾക്കാരുണ്ടായിരിക്കും മെക്കാനിക്കൽ ടോപ്പിക്സ് ഏകദേശം അറിയാം, സിവിൽ ടോപ്പിക്സ് മാത്രം മതി, അങ്ങനെയൊക്കെ വേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള KWA ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല, സിവിൽ എഞ്ചിനീയറിംഗ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും, അതേപോലെ KWA ഗ്രേഡ് 1ലുള്ള സിവിൽ ടോപ്പിക്സ് കവർ ചെയ്യുന്ന രീതിയിലും നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓവർസിയർ സിവിൽ ലൈവ് ബാച്ച് 2.0. നമ്മുടെ ബാച്ചിന് വരുന്ന ഫീസ് 4,999 ആണ്. ആൻഡ് നമ്മുടെ സാധാരണ ഒരു ഓവർസിയർ ബാച്ചിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ബാച്ചിലും ഉണ്ടായിരിക്കും. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകൾ ഒക്കെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല സിലബസ് ഓറിയന്റ് ചെയ്തിട്ട് എല്ലാ ടോപ്പിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ബാച്ച് കംപ്ലീറ്റ്ലി ലൈവ് ബാച്ച് ആണ്. അപ്പം ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 9995100800 എന്ന് പറയുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ്സിൽ കാണാൻ സാധിക്കട്ടെ. എല്ലാവരും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. താങ്ക് യു ഓൾ.